ഹലോ. അപ്പോൾ ഞങ്ങൾ മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ മറ്റേ വീഡിയോയിൽ പകുതി എടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇത്. അപ്പോൾ മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞങ്ങളിപ്പോൾ പോണേ കൊല്ലൂർ വഴിയാണ്. അപ്പോൾ കൊല്ലൂർ ബോട്ടുണ്ടല്ലേ, ബോട്ടിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോണേ. അവിടെ കുറച്ചൊരു 10 കിലോമീറ്റർ അത്ര ദൂരത്തിൽ പാലോ റോഡൊന്നുമില്ല. പുഴയുടെ അപ്പുറം കിടക്കണമെങ്കിൽ ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ കിടക്കണം. ബസ്സും എല്ലാം അത്രേ. ഇപ്പോൾ ഞങ്ങൾ ആ പുഴയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് അവിടെ സാഗറിന് ഇവിടേക്ക് 20 കിലോമീറ്റർ ഉണ്ട് ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ ഇത് പുഴ കിടക്കണം ഞങ്ങൾ അവിടത്തേക്ക്. ഇപ്പോൾ പാലം ആവുന്നുണ്ട്, അത് പൂർത്തി കഴിഞ്ഞിട്ടില്ല പാലം. അപ്പോൾ ഇതാ വണ്ടിയെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ, വണ്ടിയെല്ലാം ഇറക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഈ വണ്ടിയെല്ലാം ഇറക്കിയിട്ടാകുമ്പോൾ പിന്നെ നെക്സ്റ്റ് ട്രിപ്പ് പോകും. ഒരു ലോഞ്ചേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ട് പുഴയുടെ അക്കരെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് വേറെ വണ്ടീനെ അങ്ങനെ ബസ് എല്ലാം ഒന്നിച്ചേ കൊണ്ടുപോകും. ബസ് പിക്കപ്പ് ഇങ്ങനത്തെ എല്ലാം ഒന്നിച്ച് പോകും. ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുറേ വണ്ടി നല്ലോണം തിരക്കുണ്ടായിരുന്നു. ദീപാവളിയെല്ലാം കഴിഞ്ഞതല്ലേ, അപ്പോൾ നല്ലോണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വണ്ടിയും വെച്ചു. ഞങ്ങൾ എല്ലാം ഇങ്ങനെ റിവേഴ്സ് ആക്കിയിട്ട് വെക്കുന്നതാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല, അടുത്ത് വണ്ടിയായിട്ട് നല്ലോണം തിരക്കല്ലേ. അടുത്തടുത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോറ് തുറക്കാൻ പോലും കഴിയുന്നില്ല നമുക്ക്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്നിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുത്തതാണ്. ഞങ്ങളെ വണ്ടിയുടെ ബാക്കിൽ ബസ്സുണ്ട്, ഒരു ബസ്, പിന്നെ പിക്കപ്പ്, കാറ്, ബൈക്ക് അങ്ങനത്തെ എല്ലാം ഉണ്ട് അവിടെ. ബോട്ടിൽ ഒരു 10 മിനിറ്റ് എത്ര ഉണ്ട്, പുഴയുടെ അക്കര കിടക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാവും അത്ര, അതിൻ്റെ അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് ആ ബോട്ടിൻ്റെ ഫുൾ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഒരാളെടുത്ത് കൊടുത്തിട്ട് ഒരു വീഡിയോ എടുത്തു, വന്നാലും അത് നേരെ കിട്ടിയിട്ടൊന്നുമില്ല. അവരിങ്ങനെ എടുത്തിട്ടുണ്ട്, അവരെടുത്തതാണ് ഇത് വീഡിയോ. അവരൊന്ന് പുറത്തു നിന്നൊന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് പിന്നെ ലോഞ്ച് എന്നാണ് പറയുന്നത്. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കുറച്ച് വീഡിയോസെല്ലാം എടുത്തു. ഇതപ്പുറം കുറച്ച് ദൂരത്തിൽ കാണുന്നുണ്ട് നോക്കി പാലത്തിൻ്റെ പണി എടുക്കുന്നുണ്ട്. ഒരു 2 കൊല്ലം ആകുമ്പോഴത്തേന് പാലത്തിൻ്റെ പണി കഴിയുമെന്ന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളെത്തി. അപ്പോൾ വണ്ടിയെല്ലാം പോകുന്നുണ്ട്. ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഒരു പുഴയുടെ അക്കരെ ഇങ്ങനെ കിടക്കണം, അത്രേ ഉള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അവിടെ നിന്ന് ആ ലോഞ്ചിൽ ഞങ്ങൾ വന്നതിന് കാറിന് 70 രൂപ മേടിച്ചു. 70 തന്നെ, 50 കാറിന്, 20 രണ്ടാൾക്ക്, കുഞ്ഞിക്കില്ല, രണ്ടാൾക്ക് ഓരോരാൾക്ക് 10 രൂപയാണ് മേടിച്ചത് അതിൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബോട്ടിൽ 10, അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് കൊല്ലൂരിലേക്ക്. ഞങ്ങൾ ബോട്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് 50 കിലോമീറ്റർ ഉണ്ടാവും കൊല്ലൂർ വഴിയിലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതേതോ നിട്ടൂർ ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി കുറച്ചുണ്ട് കൊല്ലൂരിലേക്ക്. ഇത് നിട്ടൂർ ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറം കാണുന്ന റോഡിൽ ജോഗ് ഫാൾസ്, സിഗന്തൂർ അങ്ങോട്ട് പോണ വഴിയാണത്. സിഗന്തൂർ അമ്പലമെല്ലാം ഉണ്ട്, ആ വഴിയിൽ പോയാൽ അവിടേക്ക് എത്തും. ഇപ്പോൾ ഇത് ഫുൾ ഗാർഡ് സെക്ഷനാണ്, ഇങ്ങനെ നല്ലോണം വളവുള്ളത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളിപ്പോൾ കൊല്ലൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. ഇത് അമ്പലത്തിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാൻ വിചാരിച്ചു. നല്ലോണം തിരക്കൊണ്ടെന്ന് തോന്നുന്നേ കാണുമ്പോൾ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് പോകുന്നുണ്ട് അമ്പലത്തിലടുത്തേക്ക്. ഞങ്ങളപ്പോൾ ചന്തയെല്ലാം കാണുന്നുണ്ട്. എന്താ സൈഡിൽ വളം, അങ്ങനത്തെ കളിപ്പാട്ടങ്ങൾ, ബാഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് പോകുന്നുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ അമ്പലം കാണുന്നുണ്ടല്ലേ. ഞങ്ങളിപ്പോൾ ചെരുപ്പിട കൊടുത്തിട്ട് പോകാൻ വിചാരിച്ചിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് അമ്പലത്തിലൊന്ന് തൊഴുതിയിട്ട് ഞങ്ങളങ്ങനെ ചോറ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അമ്പലം നട അടച്ചിരുന്നല്ലേ, അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് സാമ്പാറും ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് ചോറ് കഴിച്ചത്. ഇപ്പോൾ ചോറെല്ലാം കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ചെരുപ്പിടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെരുപ്പെല്ലാം ഇട്ട് ഇപ്പോൾ
ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്തോ ഒരു കളിപ്പാട്ടം മേടിച്ചു. അത് മേടിച്ചിട്ട് വണ്ടിയുടെ അടുത്ത് പോകുമ്പോഴത്തേനും പൂവെല്ലാം കാലി കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദീപാവലി കിട്ട പൂവായിരുന്നു. ഫുള്ളെല്ലാം പിന്നെ നാട്ടി വന്നിട്ട് എടുക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ എല്ലായിടത്തും കാലി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തുള്ളപ്പോൾ കുറച്ച് മഴ പാറിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എത്തുമ്പോൾ കുറച്ച് മെല്ലെ മെല്ലെ മഴ പാറിക്കൊണ്ടുണ്ടായിരുന്നു. മഴ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ അങ്ങോട്ടില്ലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് കൊല്ലൂർ കഴിഞ്ഞത് നല്ല മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ പാസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വേഗമാവും. ഇല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോണത് കൊണ്ട് പാസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ പോകുന്നുണ്ട്. നല്ല മഴയും അതെ, റോഡ് നേരെ കാണുന്നില്ല, നല്ല മഴയാണ്. ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല, നല്ല മഴയുണ്ടാണ്. അത് ഓരോരു സ്ഥലത്ത് റോഡ് നേരില്ലല്ലേ. അപ്പോൾ പോകുമ്പോൾ മഴയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് ഞങ്ങളെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷന് അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട്. ഞാനതിൽ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്, സോറി. 45 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ അതേ ട്രെയിനിൽ പോകണം. അവിടെ നിന്ന് താളകുപ്പയിൽ നിന്ന് നമുക്ക് പിന്നെ കേരള ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ കുമട്ട ഉള്ളത് റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ വിചാരിച്ചു. ഉച്ചയ്ക്ക് അമ്പലത്തിൽ ചോറ് വെച്ചിട്ട് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ മന്തി കഴിച്ചു, കുഞ്ഞൊരു ഐസ്ക്രീം എല്ലാം മേടിച്ചു. എല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് വരുന്നുണ്ട്. നല്ല മഴ അങ്ങോട്ട് കാസർഗോഡ് അതാ നല്ല മഴയായിരുന്നു. ഞങ്ങളപ്പോൾ മെല്ലെ പോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കോട്ടപ്പാറ എത്തിയിട്ടുണ്ട്. ഇവിടെ കോട്ടപ്പാറ ഉണ്ട് മഴ നല്ലോണം പെയ്തിട്ട് റോഡിലെല്ലാം കാണുന്നുണ്ട് മഴയും. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി. എല്ലായിടത്തും നല്ല മഴയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മാത്രം മഴയെന്ന് വിചാരിച്ചു, കാണുമ്പോൾ ഇങ്ങോട്ടും മഴയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടെത്തി ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ എല്ലാ വീഡിയോസും നോക്കണം. കുറേ വീഡിയോസ് ഉണ്ട്. എനിക്കെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നോക്കണേ. താങ്ക് യു.